തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനം തിരികെ ലാൻഡ് ചെയ്തു എന്നൊരു വിവരം വരുന്നുണ്ട്. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് പ്രാഥമിക വിവരം. റൺവേയിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിന് പറക്കാൻ കഴിഞ്ഞില്ല. യാത്രക്കാർ സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. MJ പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രതീഷ്, എപ്പോഴായിരുന്നു വിമാനം ടേക്ക് ഓഫിന് ശ്രമിച്ചത്? ടേക്ക് ഓഫ് നടന്നില്ലേ? എന്താണ് സംഭവിച്ചത്? സാങ്കേതിക തകരാറാണോ? അരുൺകുമാർ, തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 7:05 ബാംഗ്ലൂരിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ വിമാനത്തിനാണ് സാങ്കേതിക തകരാറ് ഉണ്ടായിരിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് AXB 2980 എന്ന നമ്പർ ഫ്ലൈറ്റ് ആണ് ഇപ്പോൾ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇപ്പോൾ തിരിച്ച് ഇറക്കിയിരിക്കുന്നത്. ഈ വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ സാങ്കേതിക പ്രശ്നം ഉണ്ടാവുകയും പിന്നീട് ഈ തിരികെ റൺവേയിൽ തന്നെ എത്തിക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം തുടങ്ങി എന്നതാണ് എയർപോർട്ട് അധികൃതർ അറിയിക്കുന്നത്. നിലവിൽ ഈ എയർപോർട്ടിന്റെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ 7:05 പോകേണ്ട വിമാനത്തിന്റെ ഷെഡ്യൂൾ 8:25 മാറ്റിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയം കൊണ്ട് തന്നെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നതാണ് എയർപോർട്ട് അധികൃതർ പറയുന്നത്. ഈ പറക്കുന്നതിന് തൊട്ട് മുമ്പാണ് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പെട്ടെന്ന് തിരികെ പഴയ സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. യാത്രക്കാർ ആർക്കും തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. യാത്രക്കാർ സുരക്ഷിതരാണ്. ഈ വിമാനത്തിനുള്ളിൽ തന്നെയാണ് ഇവിടെ പോകേണ്ടിയിരുന്ന യാത്രക്കാർ ഉണ്ടായിരുന്നത്. ഈ പ്രതികൂല കാലാവസ്ഥയാണോ സാങ്കേതിക തകരാറിന് പിന്നിൽ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരത്ത് രാവിലെ മുതൽ തന്നെ മഴയുണ്ടായിരുന്നു. എന്തായാലും അക്കാര്യം പരിശോധിക്കുന്നു എന്നതാണ് എയർപോർട്ട് അധികൃതർ അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു. പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത്. ബാംഗ്ലൂരിലേക്കുള്ള എയർ ഇന്ത്യ വിമാനമാണ്. എയർ ഇന്ത്യ വിമാനമായപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ചങ്കടിച്ചു. കാരണം പ്രേക്ഷകർക്ക് അറിയാമല്ലോ, പല എയർ ഇന്ത്യ വിമാനങ്ങളും കൃത്യമായ സർവീസ് നടത്തുന്നുണ്ടോ എന്ന് ചില ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ ആ അപകടത്തിന് ശേഷം എയർ ഇന്ത്യ വിമാനങ്ങളൊക്കെ ഏറെക്കുറെ സർവീസൊക്കെ നടത്തി വന്നിരുന്നതാണ്. ഇതെന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. പണ്ടോ പറഞ്ഞതുപോലെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേപ്പ് റെക്കോർഡർ കൊണ്ടുപോയി. പക്ഷെ അപ്പോഴാണ് മനസ്സിലാവുന്നത് റെക്കോർഡ് ബട്ടൺ വർക്ക് ചെയ്തിരുന്നില്ല.